കടിക്കണ സാധനം അല്ലേ ഇല്ല ഇല്ല കറടി കാ വരെ ഉണ്ട് കറടി ഇല്ല 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 കറടി അതൊരു വാദ്യം അത് വാദ്യം എന്ന് പറഞ്ഞാൽ ദേവീ സന്നിധിയില് ഉപയോഗിക്കുന്ന ഒരു വാദ്യം ഉപയോഗിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കുന്നത് ഉണ്ടാക്കുന്നത് അതായത് പരിക്കപ്രാവിന്റെ തായ്വേര്, അതായത് നല്ല മുറ്റി വരിക്കപ്പെടാവിന്റെ വേറെ കണ്ടുപിടിച്ച് പോയി പൂട ചെയ്യും ആദ്യം. നാലുറ്റും കിടക്കണ ഈ അതായത് എല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതിനെ അനുവാദം ചോദിച്ചുകൊണ്ട് അതായത് പ്രാവിന് ഒരു പൂജ ചെയ്യുക. നമ്മള് ഈ വാദ്യോപകരണം ഉണ്ടാക്കാനും ദേവപ്രീതിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കും ഏത് മരം മുറിക്കുമ്പോഴും, അതായത് കാളിയൂട്ട് സംബന്ധിച്ച് കാളിയൂട്ടിന്റെ അവസാന ദിവസമായ പറണേറ്റിന്റെ അന്ന് പറണിന് വേണ്ടിയുള്ള തെങ്ങ് മുറിക്കുമ്പോഴും തെങ്ങിന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് പൂജ ചെയ്യുക. അതേപോലെ ഇതിനും ഈ വാദ്യോപകരണം ഉണ്ടാക്കണതിനും ഈ രാവിന്റെ കൂട്ടില് എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് ഒരു പൂജ ചെയ്യും രാവിന്റെ സമ്മതത്തിന് വേണ്ടി. അതായത് അതിന്റെ ശാപം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുക. ചെയ്തിട്ട് അതിന്റെ തായ്വേര് ഏറ്റവും മുറ്റിയ തായ്വേരോട്ട് കണ്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതിനെ നന്നായിട്ട് കടഞ്ഞ് മോൾ ഭാഗം, അതായത് പുറവശം നല്ല മിനുസാക്കിയിട്ട് അകവശം കടയും ആയിരിക്കും. അത് ഉദ്ദേശ രീതിയിലുള്ള അല്ലവോ. അങ്ങനെ ഇത് അങ്ങനെ കടഞ്ഞ് അകം മൊത്തവും കളഞ്ഞ് പൊള്ളടക്കാക്കി ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അകത്തെ അടി മൊത്തം എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഒരു വീപ്പ് കണക്ക് തുറന്ന രീതിയിലാക്കിയിട്ട് അതിനെ വക്ക് കെട്ടിയിട്ട് വട്ടം വയ്ക്കും. അറിയാലോ. എന്നിട്ട് രണ്ട് സൈഡിലൊരു വാറിട്ടതിന് ശേഷം പൂട്ടണല്ല, വാറ് കെട്ടി വലിച്ചെണിയണത് മുറുക്കാൻ വേണ്ടി. എന്നിട്ട് മാനിന്റെ തോല് കൊണ്ടുവന്ന് രണ്ട് സൈഡിൽ ഇടും. ഇട്ടിട്ട് തട്ടി നോക്കുമ്പോ അതിന്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ വാറ് പിടിച്ച് ടൈറ്റ് വാറ് പിടിച്ച് പൂട്ടല്ല, വാറ് പിടിച്ച് മുറുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഓരോ വാറ് പിടിച്ച് ഇവിടെ കൂട്ടൊക്കെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ വാറ് പിടിച്ച് വലിച്ച് കെട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടുമ്പോഴ് എന്നിട്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്ക് ശബ്ദത്തിന്റെ വ്യത്യാസം അനുസരിച്ച് അതിനെ പിടിച്ച് ഇങ്ങനെ ഇറുക്കി കൊണ്ടുവരാൻ നല്ല ശബ്ദം വരാൻ അങ്ങനെ ആ കരടികയിൽ തട്ടിയ ശബ്ദമാണ് താങ്കൾ കേട്ടത്. അതിന്റെ ആദ്യത്തെ ശബ്ദമാണ് ആദ്യത്തെ ശബ്ദം. കരടി ആദ്യം തട്ടി നോക്കിയപ്പോ കേട്ട ശബ്ദമാണ് താൻ കേട്ടത്. അപ്പൊ അത് ശബ്ദത്തിന് വ്യത്യാസം വന്ന് എങ്ങനെയാണെന്ന് അറിയുക. അപ്പൊ വീണ്ടും ഒന്നും കൂടെ താൻ പറഞ്ഞ കണക്ക് വാറ് വലിച്ചു കെട്ടിയപ്പോഴത്തേക്ക് രണ്ടാമത് തട്ടിയപ്പോഴത്തേക്ക് കേട്ട ശബ്ദവും താൻ കേട്ടു. മൂന്നാമത് ശബ്ദവും താൻ കേട്ടു. മൂന്നാമത് മൃദുവായ ശബ്ദം ആയപ്പോഴത്തേക്ക് നിർത്തി വെച്ചാണ് ആ ശബ്ദം മാത്രം അല്ല പൊളന്നൊന്നും പോകില്ല. അത് ആ രീതിയിൽ ഇല്ല അത് കൊട്ടേണ്ട രീതി കൊട്ടേ ഒന്നും പോലെ പോവാ. ഇവിടെ ഇന്നുകൊണ്ട് ഒരു കരടിയുടെ പേരും പറഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ പ്ലാവിന്റെ 4 ലിറ്റർ കൂടെയൊക്കെ അതൊക്കെ കളഞ്ഞ് പൂജയൊക്കെ നടത്തി അത് മുറിച്ച് എടുത്ത് ഒരു കഷ്ണം എടുത്ത് അത് കോല് കടത്തി കടയും. കടയില്ല, സാധാരണ രീതിയിലാണ് കടഞ്ഞെടുക്കൂല. കോല് കിടന്ന പിന്നെ കടഞ്ഞ് എടുത്ത് അത് കൊണ്ടുവന്ന് ഇത് കെട്ടും. അത് വക്ക് ഒക്കെ നല്ലോണമൊക്കെ കെട്ടി അതിന്റെ ഇതൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ട് അതിന് വട്ട വയ്ക്കും.